ദ റിയൽ ഗോഡ് ഹൂ കെയിം ഇൻ ഫ്ലെഷ്. ഇന്നത്തെ വിഷയം യേശുക്രിസ്തു ശരീരത്തിൽ പ്രത്യക്ഷനായ യഥാർത്ഥ ദൈവമാണോ? യേശുകർത്താവിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ വിശ്വാസികൾ അറിഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് നമ്മൾക്കത് പകരുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നാം കാണാൻ പോകുന്നത് സകലത്തിൻ്റെയും വലുതായ സത്യത്തെക്കുറിച്ചാണ്. യേശു ഒരു പ്രവാചകനോ ഗുരുവോ മാത്രമായിട്ടല്ല, അവൻ തന്നെയാണ് ദൈവം. അവൻ മനുഷ്യരൂപം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തുകൊണ്ടെന്ന് ആഴത്തിൽ നമ്മളിന്ന് നോക്കുവാൻ പോവുകയാണ്. ജീസസ്, ദ വേർഡ് ഹൂ ഈസ് ഗോഡ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും നോക്കാം. യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ശരീരമായി ഈ ഭൂമിയിലേക്ക് വന്നുവെന്ന്. The word that created the universe became a human. He did not send an angel, he himself came down. സൃഷ്ടിയെ സൃഷ്ടിച്ച വചനം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ഒരു ദൈവം മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാനായി ഒരു ദൂതനെ അല്ല അയച്ചത്, താൻ തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കുറച്ചുകൂടി നമ്മൾ ഡീപ്പായിട്ട് നോക്കുമ്പോൾ, why did God come in flesh? ദൈവം എന്തിനാണ് മനുഷ്യാവതാരമായി ഈ ഭൂമിയിലേക്ക് വരുവാനിടയായത്? Why he came in flesh? For the Son of Man came to seek and save that which was lost. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, to bring man back to God. മനുഷ്യൻ പാപത്തിൽ വീണു പോയപ്പോൾ ദൈവം തന്നെ അന്വേഷിച്ച് നമ്മളെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുപോകുന്ന വലിയൊരു റെവലേഷനാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. മതം മനുഷ്യനെ മുകളിൽ എത്തിക്കാൻ ശ്രമിച്ചു, പക്ഷെ ദൈവം താഴേക്കിറങ്ങി മനുഷ്യനെ ഉയർത്തി. ടു ഫീൽ അവർ പെയിൻ ആൻഡ് വീക്ക്നെസ്, വി ഹാവ് എ ഹൈ പ്രീസ്റ്റ് ഹു ഈസ് ടച്ച്ഡ് ബൈ അവർ ഇൻഫോർമിറ്റീസ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ, അവൻ കണ്ണീരും വേദനയും നിരസനവും അനുഭവിച്ചു, അതുകൊണ്ട് അവൻ നമ്മുടെ വേദന മനസ്സിലാക്കുന്നൊരു ദൈവമാണെന്ന് വ്യക്തമായി ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, ഹിബ്രൂസ് ചാപ്റ്റർ 4:15, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഈ വാക്യങ്ങളിലൂടെ ആഴമായി നമുക്കൊരു കാര്യം മനസ്സിലാക്കും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവന. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ പറയുന്നു, പിറ്റേ നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. Behold the Lamb of God who takes away the sin of the world. യേശു കർത്താവ് വന്നത് to pay the price of sin. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ നഷ്ടമായി കഴിഞ്ഞപ്പോൾ, റീപേ ചെയ്യുവാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാതിരുന്നപ്പോൾ, താൻ തന്നെ ഭൂമിയിലേക്ക് വന്ന് കഷ്ടം സഹിച്ച് കാൽവറിലെ ക്രൂശിൽ പോയി നമ്മെ ജയോത്സവമായി വിടുവിച്ചു. വൈ ദിസ് ഈസ് ഗുഡ് ന്യൂസ് ഫോർ ജെൻറ്റൈൽസ്? എന്തുകൊണ്ടാണ് ഇത് ജാതികൾക്കുള്ള ഒരു സന്തോഷ വാർത്തയായിട്ട്, ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് നമുക്ക് ഇതിനെ കാണുവാൻ പറ്റുന്നത്? ജീസസ് ഡിഡ് നോട്ട് കം ഓൺലി ഫോർ ഇസ്രായേൽ, ഹി കെയിം ഫോർ ദ ഹോൾ വേൾഡ്. എനി വൺ ഫ്രം എനി ട്രൈബ്, എനി ബാക്ക്ഗ്രൗണ്ട് ഹു ബിലീവ്സ് ഇൻ ഹിം വിൽ ബി സേവ്ഡ്. യേശു യഹൂദന്മാർക്ക് വേണ്ടി മാത്രം വന്നവനല്ല, എല്ലാ ജാതികൾക്കും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരാശികൾക്കും വേണ്ടി, ജീവശ്വാസമുള്ള എല്ലാ മനുഷ്യന് വേണ്ടിയും അവരുടെ രക്ഷകനായിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ലഭിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വ്യക്തമായി പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ദ പവർ ഓഫ് ഗോഡ് ഇൻ ഹ്യൂമാനിറ്റി. In Jesus, God and man met perfectly. He was 100% God and 100% man. So he could connect heaven and earth.
യേശുവിൽ ദൈവത്വവും മനുഷ്യരൂപവും ഒത്തുചേർന്നിരുന്നു. അതിനാൽ അവൻ ദൈവത്തെയും മനുഷ്യനെയും ഒറ്റ ഒരു ലൈഫ് കൊണ്ട്, ഒരു അവതാരം കൊണ്ട് നമ്മളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ. ആ കാലത്ത് യേശു ഗലീലിലെ നസ്രത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിച്ചു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളർന്നതും ആത്മാവ് പ്രാവ് പോലെ അവൻ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, വെള്ളത്തിൽ നിന്ന്, യേശു സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളർന്നതും, ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള മനുഷ്യൻ്റെ ആ സെപ്പറേഷനെ എന്നേക്കുമായി നമ്മളെ സെപ്പറേറ്റ് ആക്കിയിരുന്നു പാപം. ഒരിക്കലും പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റാത്ത രീതിയിൽ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സ്വരൂപത്തിലുമാണ്. ജീവശ്വാസം നമ്മുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്നു. ആ മനുഷ്യനെയാണ് പാപം സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് പകരമായി യേശു കർത്താവിൻ്റെ ഈ സ്നാനത്തോടുകൂടി ആ ഒരു എൻട്രി നമുക്കുണ്ടാവുകയാണ്. ഇനി നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് കടക്കുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് സന്തോഷത്തിനുള്ള കാരണമാണ്. ബിക്കോസ് ജീസസ് കെയിം ഇൻ ഫ്ലെഷ്, ഗോഡ് ഈസ് നോ ലോങ്ങർ ഫാർ അവേ, ഹി അണ്ടർസ്റ്റാൻഡ് യു, ഹി ഫോർഗീവ്സ് യു ആൻഡ് ഹി ലീവ്സ് ഇൻ യു. യേശു ശരീരത്തിൽ വന്നതുകൊണ്ട് ദൈവം ഇനി നമുക്ക് ദൂരെയല്ല. അവൻ നിന്നെ മനസ്സിലാക്കുന്നു. അവൻ നിനക്ക് ക്ഷമ നൽകുന്നു. നിൻ്റെ ഉള്ളിൽ അവൻ വസിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറയുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ! ആ മർമ്മം, ആ മഹിമാധനം, ആ മർമ്മം ഇന്ന് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. എത്ര പേര് നിങ്ങൾ 24 മണിക്കൂറും സന്തോഷിക്കാൻ ഒരു കാരണമുണ്ട്. മറ്റുള്ളതൊന്നും കൊണ്ടല്ല നമുക്ക് സന്തോഷിക്കാൻ കാരണം. അവൻ നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നതാണ്. ഇപ്പോൾ അവൻ ബിൽഡിങ്ങിലല്ല വസിക്കുന്നത്. നാം ദൈവത്തെ തേടി അവിടെയും ഇവിടെയും പോകേണ്ട ആവശ്യമില്ല. അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഇസ്രായേലിനെ നമ്മൾ നോക്കുമ്പോൾ 2 പ്രാവശ്യം ആലയം പണിഞ്ഞു. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി ഇവിടെ അല്ല. ശമര്യാസ്ത്രീയോട് വ്യക്തമായി പറയുന്നു, യോഹന്നാൻ 4-ാം അധ്യായത്തിൽ, ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ഇവിടെ ഒന്നുമല്ല ആരാധിക്കുന്നത്. ആ ഒരു സമയം വരുന്നുവെന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതിപ്പോഴാണ് സമയം. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു കാലമാണ് കൃപയുടെ കാലം. ഹല്ലേലൂയ! ഈ കാലത്തിലാണ് നമുക്ക് രക്ഷ തന്നിരിക്കുന്നത്. ഈ കാലത്തെ ഓർത്ത് നമ്മൾ സന്തോഷിക്കണം, സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം. യേശുക്രിസ്തു യഥാർത്ഥ ദൈവമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ റിയൽ ഗാഡ്. യേശുക്രിസ്തു യഥാർത്ഥ ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വമായി നമ്മൾ മാറുവാൻ ഇടയാകുന്നത്. അവൻ ശരീരത്തിൽ വന്നത് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളും ദൈവവും തമ്മിലുള്ള ആ ശത്രുത്വം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിത്യമായൊരു ജീവൻ നമുക്ക് തരുവാൻ വേണ്ടിയിട്ടാണ്. ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലെഷ്. 1 തീമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ദൈവമക്കളെ, ലോകം മുഴുവനും കർത്താവിൻ്റെ വരവിനെ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരുവൻ പോലും അറിയാതെ ഇരിക്കരുത്. ജമീമയെ പോലുള്ള മകളെ കൂടെയും അനേകരിലൂടെയും ഇപ്പോൾ വത്തിക്കാനിൽ ഡിക്ലെയർ ചെയ്തു, മദർ മേരി നമ്മുടെ മീഡിയേറ്റർ അല്ല എന്ന്. സോ എൻ്റെ ടൈമിലാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. ഇത് ലോകത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ്. സൂര്യനും ചന്ദ്രനും അവൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് അവൻ എങ്ങനെ നിർത്തിയിരിക്കുന്നു അത് നമ്മൾ കാണുമ്പോൾ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് നമ്മളിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു ഭയം നമ്മളിൽ വ്യാപരിക്കണം. സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം
നമ്മളെ 24 മണിക്കൂറും CC ക്യാമറ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പിന്മാറ്റത്തിൽ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കൺഫസ് യുവർ സെൽഫ്, നിങ്ങൾ മടങ്ങി വരിക. ജീസസ് ഈസ് നോട്ട് വൺ എമംഗ് മെനി ഗോഡ്സ്. ഹി ഈസ് ദ ഓൺലി ലിവിങ് ഗോഡ് ഹു കെയിം ഇൻ ഫ്ലെഷ് ഫോർ ദ ഹോൾ വേൾഡ്. ഈ സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാവുകയാണ്. ഇത് മനുഷ്യൻ്റെ ജീവനാണ്. യോഹന്നാൻ 1 പറയുന്നു, ഇത് മനുഷ്യൻ്റെ ജീവനാണ്. ലോകസ്ഥാപനത്തിന് മുന്നമേ പിതാവാം ദൈവം യേശു ക്രിസ്തുവിനെ കരുതിയിരുന്നതാണ് ഇങ്ങനൊരു അവതാരമുണ്ടാകുന്നത്. യേശു അനേകം ദൈവങ്ങളിൽ ഒരാളല്ല. ലോകത്തിന് വേണ്ടി ശരീരത്തിൽ വന്ന ഒരേ ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഈസ് എ റെഡീമർ, ഇമ്മാനുവൽ. നമുക്കറിയാം, പലരും ഇന്ന് ആൾ ദൈവങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സ്ത്രീ ദൈവമായി പറയുന്നു. അനേകർ അതിൽ ബ്ലാങ്കായി പോയിട്ടുണ്ട്. പിശാച് ജനത്തിൻ്റെ കണ്ണുകളെ കുരുട്ടാക്കിയിരിക്കുന്നു. എങ്കിലും അവരിൽ നിന്നും അനേകരെ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് പലരും തങ്ങളെ ദൈവമെന്ന് വിളിക്കുന്നുവെങ്കിലും സ്വർഗത്തിൽ നിന്നിറങ്ങി മനുഷ്യനായി ജീവിച്ച് പാപികളുടെ പകരം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരാൾ മാത്രമാണ്, യേശുക്രിസ്തു തന്നെയാണ്. അതാണ് ദൈവം. The word who is God. In the beginning was the word, and the word was with God, and the word was God. യോഹന്നാൻ 1:1. And the word became flesh and dwelt among us. അവൻ നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ശരീരമായി ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു. The word means God's eternal expression. His thought, His power, His nature, that very word become flesh. That means God Himself became human. Think of the sun. You cannot touch the sun, correct? But its light and heat comes to you. Just like that, the invisible God, He came to us as visible light, Jesus Christ. When you see Jesus, you are seeing the invisible God in visible form. For the Son of Man came to seek and save that which was lost. ലൂക്കോസ് സുവിശേഷം 19:10. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജീവിക്കുന്നവരെല്ലാവരും നഷ്ടപ്പെട്ടു പോയവരാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്നും ജനിക്കുന്ന എല്ലാവരും പാപത്തിലാണ് ജനിക്കുന്നതെന്ന് വ്യക്തമായി വചനം പറയുന്നു. സങ്കീർത്തനം 51:5. സാംസ് 51:5. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിച്ചത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ആ ജ്ഞാനമാണ് യേശു കർത്താവായി ഭൂമിയിലേക്ക് വന്നത്. യേശുക്രിസ്തു യഥാർത്ഥ ദൈവമാണ്. അവൻ ശരീരത്തിൽ വന്ന് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പ്രകടിപ്പിച്ചു കാണിച്ചു. അവൻ പാപത്തെ എന്നേക്കുമായി ഇല്ലാതെയാക്കി സകല ജാതികൾക്കും നിത്യജീവൻ നൽകി. യേശുകർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എഫേസ്യ ലേഖനം 5:26 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ ഇനി നിങ്ങൾ അടിമനുഖത്തിൽ പെട്ടുപോകരുത്. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. വചനത്തിൻ്റെ സത്യത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ അവൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. ജീസസ് ഈസ് ദ റിയൽ ഗോഡ് ഹൂ കെയിം ഇൻ ഫ്ലെഷ്. ഹാവ് എ ബ്ലെസ്ഡ് ടൈം. നെവർ ഗിവ് അപ്പ്, ബിക്കോസ് ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, നിർണയപ്രകാരം വിളിക്കപ്പെടുമ്പോൾ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. യേശു കർത്താവിലൂടെ നമുക്ക് ലഭിച്ച ഈ നിത്യജീവനെ ഓർത്ത് നമ്മളെപ്പോഴും സന്തോഷിക്കണം, സ്തോത്രം ചെയ്യണം. അതാണ് നമ്മുടെ സന്തോഷം.
ഈ ഭൂമിയിലുള്ളതൊന്നുമല്ല നമ്മുടെ സന്തോഷം. നമുക്ക് നിത്യമായ ഒരു ഭവനം സ്വർഗത്തിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്നു. അത് നമ്മൾ അവിടെ എത്തും നിശ്ചയമേ. അതാണ് നമ്മുടെ വാഗ്ദത്തം.